ടെറിഡോഫൈറ്റിൽ ഒരു സിംഗിൾ ടൈപ്പ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, സെലാജിനെല്ല. ഇതാണ് നമ്മൾ യൂഷ്വലി കാണുന്ന സെലാജിനെല്ല. ഇത് നമ്മളെ ഗ്രീൻ ഹൗസിലുണ്ട്. യൂഷ്വലി കോൾഡ് ആസ് സ്പൈക്ക് മോസ് ഓർ സ്മോൾ ക്ലബ് മോസ് ബിക്കോസ് ദേ ഹാവ് സ്കെയിൽ ലൈക്ക് ലീവ്സ് ആൻഡ് ക്ലബ് ഷേപ്ഡ് കോൺസ്. കോസ്മോപൊളൈറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതായത് ദേ ആർ ഫൗണ്ട് എവ്രിവെയർ. ഏകദേശം 700ഓളം സ്പീഷീസ് സെലാജിനെല്ല എന്ന ജീനസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൗണ്ട് ഓൺ ഡാംപ് ആൻഡ് ഷെയ്ഡഡ് ഫോറസ്റ്റ് ഓഫ് ട്രോപ്പിക്സ്. ഒരു സ്ലൈറ്റ്ലി വെറ്റ് ആയിട്ടുള്ള റീജിയൻസിലും ഷെയ്ഡഡ് ഫോറസ്റ്റിലുമാണ് മെയിനായിട്ടും കാണുന്നത്. ആൻഡ് ദ സ്പീഷീസ് മേ ബി സീറോഫൈറ്റ്, എപ്പിഫൈറ്റ് ഓർ സം ആർ ഓർണമെന്റൽസ്. Resurrection plants. Resurrection plants means xerophytic species of Selaginella like Selaginella lepidophylla fix their branches and roll to the shape of ball under prolonged dry condition. That is, under unfavorable condition, Selaginella lepidophylla roll to the shape of a ball. And when these balls are dipped in water, they resume normal form and metabolism. And this is Selaginella lepidophylla. Next, we have to discuss about their external morphology. Plant body is a sporophyte and diploid. Introduction lo nammal paranjittunde Pteridophytes inde plant body diploid aanu and sporophytic aanu nammal kannunna adinte plant body ennu parnathu. And Selaginella species, most of the members are perennial herbs but few as annuals. They vary in size from few centimeter to several meters. And their plant body is differentiated into root, stem and leaves. Sometimes rhizophore is also present. Then, based on the structure of plant body, there are two different types of plants, homophilous and heterophilous. And first of all, homophilous plants, they have erect and dichotomously branched stem, leaves isophilous and spirally arranged. Example, Selaginella, selaginoids. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സെലാജിനെല്ല സെലാജിനോയിഡ്സിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഹോമോഫില്ലസ് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഇറക്റ്റ് സ്റ്റെം ആൻഡ് ഡൈക്കോട്ടമസലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും. ടു ഡിവിഷൻ ആയിരിക്കും അതിന്റെ ബ്രാഞ്ചസിന് വരിക. അതേപോലെ ഇറക്റ്റ് ആയിരിക്കും. ആൻഡ് ലീവ്സ് ഐസോഫില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ലീവ്സ് ആൻഡ് സ്പൈറലി അറേഞ്ച്ഡ്. സ്റ്റെമ്മിന്റെ മുകളിൽ സ്പൈറലി ആയിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഹെട്രോഫില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്ട്രേറ്റ് ആണ്, ഡോർസി വെൻട്രൽ സ്റ്റെം, അതായത് സ്റ്റെമ്മിന് ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും ഉണ്ടായിരിക്കും വിത്ത് ഇറക്റ്റ് ബ്രാഞ്ചസ്. ഫോളിയേജ് ലീവ്സ് അറേഞ്ച്ഡ് ആസ് 4 vertical rows on stem. 2 dorsal rows have small leaves and 2 ventral rows have large leaves. അതായത് സ്റ്റെമ്മിന്റെ മുകളിൽ 4 റോ ആയിട്ടാണ് ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ലാർജ് ലീവ്സും ദെൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 rows സ്മോൾ ലീവ്സും ആണ് ഉണ്ടാവുക. എക്സാമ്പിൾ സെലാജിനെല്ല ക്രൂസിയാന. നമ്മളെ കോളേജിലുള്ള സ്പീഷീസ് ഹെട്രോഫില്ലസ് ആണ്. സെലാജിനെല്ലന്റെ കേസിൽ റൂട്ട്സിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ റൈസോഫോർ ആണ്. റൂട്ട്സ് എന്ന് പറഞ്ഞത് അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ആണ്. Rhizophores are long, cylindrical, unbranched, prop-like, colorless and leafless branches of stem arising from lower side of stem at the point of dichotomy and grow vertically downward, which bears adventitious roots at the end. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അതിന്റെ സ്റ്റെം ആണ്. ആ ഗ്രീൻ കളർ സ്ട്രക്ചറിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റിഷ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇതിന്റെ റൈസോഫോർ എന്ന് പറഞ്ഞത്. ആൻഡ് ഈ റൈസോഫോർ എന്ന് പറഞ്ഞത് ലോങ് ആണ്, ഇലോങ്ങേറ്റഡ് ആണ്, അതേപോലെ സിലിണ്ട്രിക്കൽ ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. ഇതിന്റെ ടിപ്പിലുള്ള ബ്രാഞ്ചസ് എന്ന് പറഞ്ഞത് അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ റൈസോഫോർ അൺബ്രാഞ്ച്ഡ് ആണ്. പ്രോപ്പ് ലൈക്ക് ആണ്, ഒരു സപ്പോർട്ടിംഗ് ഓർഗൻ പോലെയാണ് നമുക്ക് തോന്നുക, പില്ലർ പോലെ. കളർലെസ് ആണ്, ലീഫ്ലെസ് ആണ്. ദെൻ ലോവർ സൈഡ് ഓഫ് സ്റ്റെം എന്നാണ് ഇത് അറൈസ് ചെയ്യുന്നത്. ദെൻ വിച്ച് പ്രൊഡ്യൂസസ് അഡ്വെന്റീഷ്യസ് റൂട്ട്സ്. സോ ആക്ച്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞത് എഫിമെറൈൽസ് ആണ്. എഫിമെറൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ദെൻ റൂട്ട്സ് ആർ റീപ്ലേസ്ഡ് ബൈ അഡ്വെന്റീഷ്യസ് റൂട്ട്സ്. സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ആണ് ഹോമോഫില്ലസ് ഫോമില്, പ്രോസ്ട്രേറ്റ് ഓർ സബ് ഇറക്റ്റ് ആണ് ഹെട്രോഫില്ലസ് ഫോമില്, ബ്രാഞ്ചിങ് യൂഷ്വലി ഡൈക്കോട്ടമസ്, സ്ട്രോബൈലസ് ഓർ കോൺസ് യൂഷ്വലി ഡെവലപ്പ് അറ്റ് ദി അപെക്സ്, growth with the help of a single apical meristem or a group of apical initials.
Then next we have to discuss about the leaf of Selaginella. They are usually arranged as distichous or spiral manner. Distichous means one above the other, or they are arranged spirally. Leaves are usually sessile, that is without stalk, simple, having a single lamina, with simple unbranched midvein. There is only a single midrib at the center. Shape varies from ovate to lanceolate, that is oval to elongated shape. Leaf covers stem by 4 rows of leaves in heterophyllous form and 2 rows in homophyllous form. ഈ ഒരു പിക്ചറിൽ ഹോമോഫില്ലസ് ആൻഡ് ഹെട്രോഫില്ലസ് ഫോംസിനെ കാണിച്ചിട്ടുണ്ട്. ഈ വെൻട്രൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 4 rows ഓഫ് ലീവ്സിലെ വെൻട്രൽ ലീവ്സ് ഇലോങ്ങേറ്റഡ് ആണ്. ഇതിനെ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിന്റെ രണ്ട് സൈഡ്സിലും കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഡോർസൽ ലീവ്സിനെ നോക്കുക. സ്റ്റെമ്മില് ഒട്ടിപ്പിടിച്ച് വളരെ കുഞ്ഞായിട്ട് കാണുന്ന രണ്ട് സൈഡ്സിലും കാണുന്നതാണ് ഇതിന്റെ ഡോർസൽ ലീവ്സ്. വെജിറ്റേറ്റീവ് ലീവ്സ് ആൻഡ് സ്പോറോഫിൽസ് ആർ ലിഗ്യുലേറ്റ്. ലിഗ്യൂൾ എന്താന്ന് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ലിഗ്യൂൾ ആണ്. ലിഗ്യൂൾ മീൻസ് ലീഫിന്റെ അപ്പർ സർഫസിൽ അതിന്റെ ബേസിൽ കാണുന്ന സ്മോൾ ടങ് ലൈക്ക് ഓർ ലോബ് ലൈക്ക് മെംബ്രേനിയസ് ഫ്ലാപ്പിനെയാണ് ലിഗ്യൂൾ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഹാസ് 3 പോർഷൻസ്. ലിഗ്യൂളിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് പിക്ചർ നോക്കുക. ഈ വലിയ സ്ട്രക്ചർ അതിന്റെ ലീഫാണ്. ആ ലീഫിന്റെ ബേസിൽ ബ്ലാക്കിഷ് ആയിട്ട് കാണുന്നതാണ് ലിഗ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ലിഗ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിന് ക്ലോസ് ആയിട്ട് അതിന്റെ അപ്പർ സർഫസിൽ കാണുന്ന സ്മോൾ ടങ് ലൈക്ക് ഓർ ലോബ്ഡ് മെംബ്രേനിയസ് ഫ്ലാപ്പ് ആണ്. ആൻഡ് ഇതിന്റെ 3 പോർഷൻസ് എന്ന് പറഞ്ഞത് ഒന്ന് ഗ്ലോസോപോഡിയം, രണ്ടാമത്തത് ബോഡി, 3 ടെർമിനൽ ലാമെല്ലെ. ഇങ്ങനെ 3 പോർഷൻസ് അതിനുള്ളത്. അതിൽ സെക്കൻഡ് പിക്ചറിൽ 3 സെൽസ് ഒരുമിച്ച് കാണുന്ന ഇതാണ്, ഈ ഒരു ഹെമിസ്ഫെറിക്കൽ പോർഷനെയാണ് ഗ്ലോസോപോഡിയം എന്ന് പറയാം. ആൻഡ് ഈ ഗ്ലോസോപോഡിയത്തിന്റെ മുകളിൽ കാണുന്ന ഐസോഡാമെട്രിക് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് ബോഡി എന്ന് പറയാം. ആൻഡ് ഇതിന്റെ ടെർമിനൽ പാർട്ടിനെയാണ് ടെർമിനൽ ലാമെല്ല എന്ന് പറയാം. സോ ഗ്ലോസോപോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻലാർജ്ഡ് ഹെമിസ്ഫെറിക്കൽ ബേസൽ പോർഷൻ മെയ്ഡപ്പ് ഓഫ് ലാർജ് തിൻ വാൾഡ് പോളിഗോണൽ സെൽസ് റിച്ച് ഇൻ ഗ്രാനുലാർ സൈറ്റോപ്ലാസം. ആൻഡ് ഈ ഗ്ലോസോപോഡിയത്തിനെ കവർ ചെയ്തതിന്റെ താഴെ കാണുന്ന 2 സെൽസ്, ഈ ഒരു ഷീത്ത് ലൈക്ക് ആയിട്ടുള്ള ഈ 2 സെൽസിനെയാണ് ഗ്ലോസോപോഡിയൽ ഷീത്ത് എന്ന് പറയാം. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ട്യൂബുലാർ സെൽസ്. ദീസ് ഷീറ്റ്സ് ഹാവ് കാസ്പാരിയൻ സ്ട്രൈപ്പ്. അപ്പോൾ ഇതാണ് ഗ്ലോസോപോഡിയം. ഒരു ഹെമിസ്ഫെറിക്കൽ പോർഷൻ ആണ്, മെയ്ഡപ്പ് ഓഫ് തിൻ വാൾഡ് പോളിഗണൽ സെൽസ് ആണ്, റിച്ച് ഇൻ ഗ്രാനുലാർ സൈറ്റോപ്ലാസ് ആണ്. ഇതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഗ്ലോസോപോഡിയൽ ഷീത്ത് ഉണ്ട്. ഷീത്തിന് കാസ്പാരിയൻ സ്ട്രൈപ്പ് ഉണ്ട്. ദെൻ ഇതിന്റെ തൊട്ട് മുകളിൽ കാണുന്ന ബോഡി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ സിലിണ്ട്രിക്കൽ മിഡിൽ പോർഷൻ ആണ്, മെയ്ഡപ്പ് ഓഫ് ഐസോഡാമെട്രിക് പാരൻകൈമ സെൽസ് ആണ് ആൻഡ് ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ദെൻ ടെർമിനൽ ലാമെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലോങ്ങേറ്റഡ് പോയിന്റഡ് ടിപ്പ് ആണ്, മെയ്ഡപ്പ് ഓഫ് ഐസോഡാമെട്രിക് സെൽസ് വിത്ത് ഡെൻസ് പ്രോട്ടോപ്ലാസം. എങ്ങനെയാണോ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലുള്ള സെൽസ് ആണ് ടെർമിനൽ ലാമെല്ലയിലും പ്രസന്റ് ആയിട്ടുള്ളത്. സെലാജിനെല്ല റീപ്രൊഡ്യൂസസ് വെജിറ്റേറ്റീവ്ലി, asexually and sexually. Vegetative reproduction by means of fragmentation, stem tubers and dormant buds. Fragmentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ branches breaks away from parent and grow as a new plant. Stem tubers means certain tubers are produced by sporophytic plant body. During favorable condition, they develops into a new plant. Dormant bud means under unfavorable condition, resting buds may be produced by Selaginella species. During favorable condition, they grow as a new plant. Introduction chapter la nammal പറഞ്ഞിട്ടുണ്ടായിരുന്നു asexual reproduction with the help of spores ആണ് pteridophytes ചെയ്യുന്നതെന്ന്. ഇതൊരു heterosporous species ആയതുകൊണ്ട് തന്നെ there are 2 different types of spores are produced inside 2 different types of sporangia, so that sporangia are dimorphic. Microspores എന്ന് പറഞ്ഞത് small ആയിരിക്കും, അതേപോലെ numerous ആയിട്ട് produce ചെയ്യും. They are produced inside the microsporangia on microsporophyll and they germinate to produce male gametophyte. അതേ സമയത്ത് മെഗാസ്പോർസ് എന്ന് പറഞ്ഞത് ഏകദേശം 1 to 4 മെഗാസ്പോർസേ ഒരു സ്ട്രോബൈലസിൽ ഉണ്ടാവുള്ളൂ. മെഗാസ്പോറാഞ്ചിയ ബോൺ ചെയ്യുക മെഗാസ്പോറോഫിലിന്റെ മുകളിലാണ്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞത് മൈക്രോസ്പോർസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ആയിരിക്കും. ആൻഡ് ദേ ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്.
Sporangia are born in the axil of sporophylls. അതായത് സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സിനാണ് സ്പോറോഫിൽസ് എന്ന് പറയുക. സ്പോറോഫിൽസിന്റെ മുകളിലാണ് സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുക. സ്പോറോഫിൽസ് ആർ അറേഞ്ച്ഡ് സ്പൈറലി ഓൺ എ സെൻട്രൽ ആക്സിസ്. ഒരു കോമൺ സ്ട്രോബൈലസിന്റെ ആക്സിസിലാണ് ഈ സ്പോറോഫിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇൻ മോസ്റ്റ് സ്പോറോഫിൽസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ മെയിൻ സ്റ്റെം അപെക്സ് സോ ദാറ്റ് ബ്രാഞ്ചസ് ആർ ഇൻ കോമ്പാക്ട് മാനർ around the central axis forming fertile region called strobilus or cone. ആ ഒരു സ്ട്രോബൈലസ് ഓർ കോൺ ആണ് ഈ പിക്ചറിന്റെ ടിപ്പിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെറിഡോഫൈറ്റ്സിലെ ടെറിസിന്റെ കേസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ് സ്പോർസ് മൊത്തം ആ ഒരു സ്പോറോഫില്ല് അല്ലെങ്കിൽ അതിന്റെ ലീഫിൽ മൊത്തമായിട്ട് യൂണിഫോംലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ ചില ഫോംസിൽ അഗ്രിഗേറ്റ് ചെയ്ത് ടുവേർഡ്സ് ദ ടിപ്പിലേക്ക് കാണുന്നു പറഞ്ഞു. അങ്ങനെ ടുവേർഡ്സ് ദ ടിപ്പിലേക്ക് കാണുന്ന അഗ്രിഗേറ്റ് ചെയ്ത് ടുവേർഡ്സ് ദ ടിപ്പിലേക്കാണ് സ്പോറോഫിൽസ് കാണുന്നതെങ്കിൽ അതിനെയാണ് സ്ട്രോബൈലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയാം. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു കോൺ അല്ലെങ്കിൽ സ്ട്രോബൈലസ് ഇൻ സെലാജിനെല്ല എന്ന് പറഞ്ഞത് ടുവേർഡ്സ് ദ ടിപ്പിലേക്ക് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെന്ന്. സോ സ്ട്രോബൈലസ് എന്ന് പറഞ്ഞത് ദേ ആർ ബോൺ ഓൺ ടെർമിനൽ എൻഡ് ഓഫ് മെയിൻ ആക്സിസ് ഓർ ലാറ്ററൽ ബ്രാഞ്ചസ്. സോ സ്ട്രോബൈലസിനെ നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുക ഒരു മെയിൻ ആക്സിസിന്റെ എൻഡിൽ അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ എൻഡിലാണ്. ആൻഡ് ദി സ്ട്രോബൈലസ് കൺസിസ്റ്റ്സ് ഓഫ് എ സെൻട്രൽ ആക്സിസ് on which microsporophylls and megasporophylls are arranged. ഇതൊരു ഹെട്രോസ്പോറസ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ മൈക്രോസ്പോറോഫിൽസും മെഗാസ്പോറോഫിൽസും കാണും. And spores are produced inside the sporangia borne in the axil of sporophyll between ligule and axis. And ഈ സ്പോറോഫിലിന്റെ മുകളിലാണ് മൈക്രോ ആൻഡ് മെഗാസ്പോറാഞ്ചിയ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോർസിനെയും മെഗാസ്പോർസിനെയും കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ പിക്ചറിന്റെ താഴേക്ക് നോക്കുക. താഴെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൈക്രോസ്പോർസ് ആണ്, മെഗാസ്പോർസ് ആണ്. മെഗാസ്പോർസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെഗാസ്പോറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ്. അതേപോലെ ഇവിടെ മെഗാസ്പോറോഫിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഈ മെഗാസ്പോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുകളിലാണ് മെഗാസ്പോറാഞ്ചിയത്തിന്റെ ഉള്ളിൽ മെഗാസ്പോർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ മെഗാസ്പോറോഫിലിന്റെ താഴേക്ക് ലിഗ്യൂൾ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ട് കാണുന്നുണ്ട്. സോ ആ ഒരു കോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ലിഗ്യൂളിന്റെയും ആക്സിസിന്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു സ്പോർസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ തൊട്ടുമുകളിൽ ചെറുതായിട്ടുള്ള മൈക്രോസ്പോർസിനെയും കാണാൻ പറ്റും. സിംപ്ലി മൈക്രോസ്പോർസ് ആർ produced inside the microsporangia on microsporophyll and megaspores are produced inside the megasporangia on megasporophylls. In most of the cases, megasporangia born on basal portion and microsporangia on upper portion of cone or strobilus. വലുതായിട്ടുള്ള മെഗാസ്പൊറാഞ്ചിയനെ നമുക്ക് കോണിന്റെ അല്ലെങ്കിൽ സ്ട്രോബൈലസിന്റെ ബേസൽ റീജിയനിലാണ് കാണാൻ പറ്റുക. 1 to 4 മെഗാസ്പോർസ് ആണ് ഉണ്ടാവുക. ആൻഡ് മൈക്രോസ്പോർസിനെ നമുക്ക് ഈ ഒരു കോണിന്റെ ടിപ്പിലേക്കുമാണ് കാണാൻ പറ്റുക. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ ആണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ ഇതാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ. മൈക്രോസ്പോറോഫില്ലുമലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇതിന് 2 പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബേസലി ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ഒരു ഷോർട്ട് സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഒരു ഓവൽ ബോഡി ആണുള്ളത്. ആൻഡ് ഈ ഓവൽ ബോഡിനെ പറയുന്ന പേരാണ് ക്യാപ്സ്യൂൾ. ആൻഡ് ഇറ്റ്സ് body consists of 3 parts. ഒരു outer thick walled cell ഇവിടെ കാണാനുണ്ട്. ഈ ബോഡിയുടെ ഏറ്റവും ഔട്ടറിൽ കാണുന്ന wall എന്ന് ലേബൽ ചെയ്തിട്ടുള്ള അതാണ് outer thick walled cell. then അതിന് തൊട്ട് താഴെ ഒരു inner thin layer ഉണ്ട്. then അതിന്റെ ഇപ്പുറത്ത് ഇതിൽ കാണിച്ചിട്ടില്ല ചെറുതായിട്ട് ഒരു tapete ഉണ്ട് which is nutritive in function. Spores mother cell inside the sporangia function as microspore mother cell which divide by meiosis and form microspore tetrad. അതായത് ഈ ഒരു ബോഡിന്റെ ഉള്ളിലുള്ള സെൽസ് മൈക്രോസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്തിട്ട് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് സംഭവിച്ചിട്ട് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പൊറാഞ്ചിയ ഡിഹൈസസ് ബൈ വെർട്ടിക്കൽ സ്പ്ലിറ്റിംഗ് അറ്റ് ദ അപെക്സ്. ഇതിന്റെ വെർട്ടിക്കൽ പോർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിന്ന് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ മൈക്രോസ്പൊറാഞ്ചിയം ഡിപ്ലോയിഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ആണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളത്. അതിന് കാരണം മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതുകൊണ്ടാണ്. സോ മൈക്രോസ്പോറോഫില്ല് മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം പറയുന്ന സമയത്ത് ദേ ആർ ബോൺ ഓൺ മെഗാസ്പോറോഫിൽ ആൻഡ് ഇൻസൈഡ് ദ മെഗാസ്പൊറാഞ്ചിയം മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇതാണ് ഒരു മെഗാസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ
മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ അതേ സ്ട്രക്ചർ ആണ്. It has a stalk and an oval body. Then ഈ oval body consists of 2 layers of wall and inner tapetum. Then പക്ഷെ ഒരു ഡിഫറൻസ് മൈക്രോസ്പൊറാഞ്ചിയായിട്ട് മെഗാസ്പൊറാഞ്ചിയത്തിനുള്ളത് എന്താണെന്ന് വെച്ചാൽ all megaspore mother cells do not participate in the formation of megaspore. Only one megaspore mother cell remain functional and form 4 haploid megaspores. അതായത് ഈ ഓവൽ ബോഡിക്കുള്ളിലുള്ള മുഴുവൻ ടിഷ്യൂസും മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പകരം ഇതിന്റെ ഉള്ളിലുള്ള ഒരു മെഗാസ്പോർ മദർ സെൽ മാത്രമേ ഫങ്ഷണൽ ആവൂ. അതിനാണ് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് മെഗാസ്പൊറാഞ്ചിയം സ്പ്ലിറ്റ് ചെയ്യുന്നത് മൈക്രോസ്പൊറാഞ്ചിയം സ്പ്ലിറ്റ് ചെയ്യുന്നത് പോലെ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിംഗ് ആണ് അറ്റ് ദി അപ്പെക്സ്. മൈക്രോസ്പോർസും മെഗാസ്പോർസും ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ്. ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ spores are haploid. മൈക്രോസ്പോർസും മെഗാസ്പോർസും റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ they are haploids and spores are the first stage of gametophytic generation. സെലാജിനെല്ല ഒരു ഹെട്രോസ്പോറസ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ അതിൽ മെഗാസ്പോർസും മൈക്രോസ്പോർസും പ്രസന്റ് ആയിരിക്കും. അത് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് മെയിൽ ഗെമറ്റോഫൈറ്റും ഫീമെയിൽ ഗെമറ്റോഫൈറ്റും ഫോം ചെയ്യുന്നത്. Spores are the first stage of gametophytic generation. സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യുക. സോ മെയിൽ ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത് മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ്. ആൻഡ് നമ്മൾ മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് 2 layers, 2 wall layers with a single nucleus surrounded by cytoplasm. ആൻഡ് ഇതിന്റെ 2 wall layers എന്ന് പറയുന്നത് ഔട്ടർ തിക് എക്സൈനും ഇന്നർ തിൻ എൻഡൈനുമാണ്. എക്സൈനെ എക്സോസ്പോർ എന്നും പറയും, ഇൻഡൈനെ എൻഡോസ്പോർ എന്നും പറയും. അപ്പോൾ ഇവിടെ ഞാൻ മൈക്രോസ്പോറിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഒരു ഔട്ടർ തിക് ലെയർഡ് ആയിട്ടുള്ള ഒരു എക്സൈനും ഇന്നർ തിൻ ആയിട്ടുള്ള ഒരു ഇൻഡൈനും ഒരു സെൻട്രൽ ന്യൂക്ലിയസും ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് സൈറ്റോപ്ലാസും. അപ്പോൾ ഇതാണ് ഒരു മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Then these microspores start germination from microsporangia itself. അതായത് germination of microspores എന്ന് പറയുന്നത് in situ ആണ്. In situ germination നടത്തിയിട്ട് ഇതൊരു 13 celled stage ആയിട്ട് മാറും. അതായത് ഇത് 13 cells ഫോം ചെയ്യുന്നത് വരെ this microspores are inside the microsporangia. And ഏതൊക്കെയാണ് 13 celled stage അല്ലെങ്കിൽ 13 cells ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 prothalial cell, 8 jacket cells and 4 primary androgonial cells ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് 4 ജാക്കറ്റ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ 4 ജാക്കറ്റ് സെൽസിന്റെ ബാക്കിലാണ് ബാക്കി 4 ജാക്കറ്റ് സെൽസ് ഉള്ളത്. കാരണം അത് കവർ ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ സെൻട്രലിൽ നമുക്ക് 4 പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് കാണാൻ പറ്റും. ദെൻ ഇതിന്റെ താഴെ ഒരു സിംഗിൾ സെൽ ഉണ്ട്, ദാറ്റ് ഈസ് 1 പ്രോതാലിയൽ സെൽ. അപ്പം ഇതാണ് 13 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ 13 സെൽഡ് സ്റ്റേജിന് ശേഷമുള്ള ഫർദർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് ആഫ്റ്റർ ലിബറേഷൻ ഫ്രം മൈക്രോസ്പൊറാഞ്ചിയ മാത്രമേ നടക്കുള്ളൂ. പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽ ഡിവൈഡ്സ് ടു ഫോം ആൻഡ്രോസൈറ്റ്സ് ഓർ ആൻതിറോസോയിഡ് മദർ സെൽ. അപ്പോൾ ഈ ഒരു 13 സെൽഡ് സ്റ്റേജിൽ നിന്ന് ഇത് ലിബറേറ്റ് ചെയ്തതിന് ശേഷം മൈക്രോസ്പൊറാഞ്ചിയെന്ന് ലിബറേറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ആൻഡ്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആൻതിറോസോയിഡ് മദർ സെൽസ് ഫോം ചെയ്യും. അതേപോലെ ജാക്കറ്റ് സെൽസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻഡ്രോസൈറ്റ്സ് ഈ ഒരു എന്താ പറയുക ഫ്ലൂയിഡിൽ ഫ്രീ ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് 13 സെൽഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് മൈക്രോസ്പൊറാഞ്ചിയ ബ്രേക്ക് ചെയ്തിട്ട് മൈക്രോസ്പോർസ് ലിബറേറ്റ് ചെയ്യും. ഏതൊക്കെയാ 13 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞത്? 1 പ്രോതാലിയൽ സെൽസ്, 4 പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ആൻഡ് 8 ജാക്കറ്റ് സെൽസ്. ദെൻ പിന്നെന്താ സംഭവിക്കുന്നത്? 8 ജാക്കറ്റ് സെൽസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. 4 പ്രൈമറി ആൻഡ്രോഗോണിയൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ആൻഡ്രോസൈറ്റ്സ് അല്ലെങ്കിൽ ആൻതിറോസോയിഡ് മദർ സെൽസ് ഫോം ചെയ്യും. Then finally androcytes metamorphoses into biflagellated antherozoids or spermatozoids. Then ഈ androcytes അല്ലെങ്കിൽ ആൻതിറോസോയിഡ് മദർ സെല്ല് മെറ്റമോർഫോസ് ചെയ്തിട്ട് ബൈഫ്ലാജെല്ലേറ്റഡ് ആൻതിറോസോയിഡ്സ് ഫോം ചെയ്യും. They liberate by breaking the wall break ചെയ്ത് പുറത്തു വരും. And these antherozoids എന്ന് പറഞ്ഞത് ബൈഫ്ലാജെല്ലേറ്റഡ് ആണ്.
elongated ആണ്, അതേപോലെ spirally coiled ആണ്. They can swim freely and reaches into female gametophyte. Female gametophyte ആണ് ഇനി പറയാനുള്ളത്. Male gametophyte പോലെ തന്നെ മെഗാസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. അതായത് ഫീമെയിൽ ഗെമറ്റോഫൈറ്റിക് ജനറേഷന്റെ ഫസ്റ്റ് സെല്ലാണ് മെഗാസ്പോർ എന്ന് പറഞ്ഞത്. മെഗാസ്പോറിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് 3 wall layers with a single nucleus surrounded by cytoplasm. 3 wall layers outer thick exospore, middle mesospore and inner endospore ആണ്. അപ്പോൾ സ്ട്രക്ചറലി ഇതിന് മൈക്രോസ്പോറുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ വാൾ ലെയർ കൂടി പ്രസന്റ് ആണ് മിഡിൽ മീസോസ്പോർ. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഔട്ടർ വാളും ഇന്നർ വാളും അതേപോലെ ഒരു വാക്യൂള്, പിന്നെ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ആണ് ഇതിന്റെ സ്ട്രക്ചർ. ദെൻ ജെർമിനേഷൻ മൈക്രോസ്പോർ പോലെ തന്നെ ഇൻസിറ്റു ജെർമിനേഷൻ ആണ്. And germination start ചെയ്യുന്ന സമയത്ത് it divides continuously, resulting in the formation of large number of free nuclei. ഈ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫ്രീ ന്യൂക്ലിയസ് ഫോം ചെയ്യും. And these free nuclei are distributed in peripheral cytoplasm and the center is occupied with a large vacuole. നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, സെന്ററിൽ ഒരു ലാർജ് വാക്യൂൾ ഉണ്ട്. ആൻഡ് ഈ സൈറ്റോപ്ലാസത്തിൽ ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ന്യൂക്ലിയസ്. Cell wall formation begins from periphery to center in the apical region of the spore. Apical region ഈ ഫ്രീ ന്യൂക്ലിയസിന് സെൽ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും ഫ്രം പെരിഫറി ടു സെന്റർ. പെരിഫറി ടു സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്നർ വാള് തൊട്ട് വാൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് ടുവേർഡ്സ് ദ വാക്യൂൾ ആയിരിക്കും വാൾ ഫോർമേഷൻ നടക്കുക. അതാണ് പെരിഫറി ടു സെന്റർ എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് സെൽ വാൾ ഫോർമേഷൻ അറ്റ് ദ അപെക്സ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സെല്ലുലാർ ക്യൂഷൻ. ആ പറഞ്ഞത് എന്താന്ന് ഈ ഒരു സെക്കൻഡ് പിക്ചറിൽ നോക്കുക. അതായത് വാക്യൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാക്യൂളിന് ചുറ്റും നമുക്ക് ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ എപ്പിക്കൽ റീജിയനിൽ ഒരു സെല്ലുലാർ പാർട്ട് കാണാൻ പറ്റും. ആ സെല്ലുലാർ പാർട്ടിനെയാണ് സെല്ലുലാർ ക്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം റെസ്റ്റ് ഓഫ് ദ മെഗാസ്പോർ ബൈ എ ഡയഫ്രം. അതായത് ഈ ഒരു സെല്ലുലാർ പാർട്ടിനെ ഫ്രീ ന്യൂക്ലിയർ പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിലോ ദിസ് ഡയഫ്രം ഗെമറ്റോഫൈറ്റ് ഈസ് സ്റ്റിൽ ഇൻ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ്. അതായത് ഡയഫ്രം സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പർ സെല്ലുലാർ പാർട്ടും ലോവർ ഫ്രീ ന്യൂക്ലിയർ പാർട്ടും ആണ്. അതായത് എപ്പിക്കൽ സെല്ലുലാർ ക്യൂഷൻ ഓർ ജനറേറ്റീവ് റീജിയൻ ആൻഡ് ലോവർ ന്യൂട്രിറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 റീജിയൻസ് ആയിട്ട് ഡയഫ്രം ഈ ഒരു മെഗാസ്പോറിന്റെ ജെർമിനേഷന്റെ സമയത്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Then few archegonial initials appears at the apical region. ഈ സെല്ലുലാർ പാർട്ടിന്റെ മുകളിൽ നിന്നാണ് പിന്നീട് ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് ഡെവലപ്പ് ചെയ്യുക. ഇനി പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് ആർക്കിഗോണിയാണ്. ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ മുകളിലാണ് ആർക്കിഗോണിയ ഫോം ചെയ്യുക. ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് എപ്പിക്കൽ സെല്ലുലാർ കുഷനിൽ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു. ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള 2 സോൺസ് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഡയഫ്രത്തെയാണ്. ഡയഫ്രത്തിന്റെ താഴെ കാണുന്നത് ന്യൂട്രിറ്റീവ് റീജിയനും മുകളിൽ കാണുന്നത് സെല്ലുലാർ പാർട്ടുമാണ്. ഈ സെല്ലുലാർ പാർട്ടിലാണ് ആർക്കിഗോണിയൽ ഇനീഷ്യൽസ് ഫോം ചെയ്യുക. So, archegonia are produced in large numbers and occupies at the central position of apical cushion, and they are produced from archegonial initials. And ഇനി നമുക്ക് മെച്ചുർ ആർക്കിഗോണിയത്തിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് മെച്ചുർ ആർക്കിഗോണിയത്തിന്റെ ഡയഗ്രാം. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ ഷോർട്ട് നെക്ക് ആൻഡ് എ വെൻഡർ. ഒരു ഷോർട്ട് നെക്കും ഒരു വെൻഡറും ആണ് ഇതിനുള്ളത്. ബ്രയോഫൈറ്റ് പോലെ തന്നെയാണ് ഏകദേശം ഇതിന്റെ ആർക്കിഗോണിയത്തിന്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് നെക്ക് കൺസിസ്റ്റ്സ് ഓഫ് 2 ടയേഴ്സ് ഓഫ് 4 cells. ഇവിടെ നമുക്ക് 2 ടയേഴ്സ് ഓഫ് 4 cells കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ശരിക്കും 2 ടയേഴ്സ് ഓഫ് 2 cells കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അപ്പുറത്തെ സൈഡിലാണ്. സോ 2 ടയേഴ്സ് ഓഫ് 4 cells ഈച്ച്. ഇവിടെ നെക്ക് സെൽസ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ നെക്ക് സെൽസ് എന്ന് ലേബൽ ചെയ്തതിലെ അപ്പർ ടയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഫങ്ഷൻ ആസ് കവർ സെൽ. So, neck cells upper tier function as cover cells. Then neck encloses neck canal cells. Neck canal cells കൂടിയും വരും. Then venter consists of ventral canal cell and egg. Venter is embedded in gametophytic tissue. Next step fertilization ആണ്. Fertilization എന്ന് പറയുമ്പോൾ male and female gametes fuse ചെയ്തിട്ട്
സൈഗോട്ട് ഫോം ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞത്. Fertilization takes place even when the female gametophyte is within megasporangium. അതായത് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലുള്ള മെഗാസ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ മുകളിലാണ് ആർക്കിഗോണിയ ഫോം ചെയ്യുക. ഈ ആർക്കിഗോണിയക്ക് ഉള്ളിലാണ് എഗ്. സോ മെഗാസ്പൊറാഞ്ചിയത്തിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് നിൽക്കെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. Before fertilization, neck canal cells and ventral canal cells disorganize and form free passage for the entry of anthrozoids. ആർക്കിഗോണിയന്റെ സ്ട്രക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നെക്ക് കനാൽ സെൽസും വെൻട്രൽ കനാൽ സെൽസും ഒക്കെ ഉണ്ട്. ഇത് ഡിസോർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീ പാസേജ് ഫോം ചെയ്യും. അതിലൂടെയാണ് ആന്ത്രോസോയിഡ്സ് എൻട്രി ചെയ്യുക. നമുക്കറിയാം ആന്ത്രോസോയിഡ്സ് എന്ന് പറഞ്ഞത് ബൈഫ്ലാജലേറ്റഡ് ആണ്. സോ ദാറ്റ് ദേ ക്യാൻ സ്വിം ഇൻ ദ ഫിലിം ഓഫ് വാട്ടർ attracted towards chemical substance secreted by archegonial neck which fuses with the egg forming diploid zygote. So positive chemotaxis വഴി എത്തുന്ന ആന്ത്രോസോയിഡ്സ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. This diploid zygote is the first stage of sporophytic generation and ഇതിന്റെ പ്ലോയിഡി എന്ന് പറഞ്ഞത് ഡിപ്ലോയിഡ് ആയിരിക്കും. സ്പോർസ് ഫോം ചെയ്ത സമയത്ത് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് സ്പോർസും അതിനുശേഷമുള്ള ഗെമറ്റോഫൈറ്റ്സും ഒക്കെ അതിലെ സെൽസ് മൊത്തം ഹാപ്ലോയിഡ്സ് ആണ്. ദെൻ രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്ലോയിഡ് സൈഗോട്ടിന്റെ പ്ലോയിഡി എന്ന് പറഞ്ഞത് ഡിപ്ലോയിഡ് ആയിരിക്കും സൈഗോട്ട്. അതേപോലെ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്പോറോഫൈറ്റിക് ജനറേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് എംബ്രിയോ അല്ലെങ്കിൽ യങ് സ്പോറോഫൈറ്റിനെ കുറിച്ചിട്ടാണ്. ഡെവലപ്മെന്റ് ഓഫ് യങ് സ്പോറോഫൈറ്റ്. അപ്പോൾ എഗ് ആന്ത്രോസോയിഡ് ബൈഫ്ലാജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ആൻഡ് ദ പ്ലോയിഡി ഓഫ് സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. ആൻഡ് ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡിവൈഡ്സ് ട്രാൻസ്വേഴ്സലി ആൻഡ് ഫോം അപ്പർ എപ്പിബേസൽ സെൽ ഓർ സസ്പെൻസർ സെൽ ആൻഡ് ലോവർ ഹൈപ്പോബേസൽ സെൽ. ഇങ്ങനെ രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു അപ്പർ എപ്പിബേസൽ സെല്ലും ഒരു ലോവർ ഹൈപ്പോബേസൽ സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ദിസ് എപ്പിബേസൽ സെൽ ഓർ സസ്പെൻസർ സെൽ അപ്പർ പോർഷനിൽ കാണുന്നത് ഇറ്റ് ഡിവൈഡ് ടു ഫോം സസ്പെൻസർ വിച്ച് പുഷസ് ഡെവലപ്പിംഗ് എംബ്രിയോ ഡീപ്പ് ഇൻ ടു ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. സസ്പെൻസർ സെല്ല് പിന്നീട് സസ്പെൻസർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും ആ സസ്പെൻസറിനെ. which pushes developing embryo deep into female gametophyte. കാരണം ആർക്കിഗോണിയ ഇപ്പോഴും നിൽക്കുന്നത് ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ്. ആർക്കിഗോണിയക്കുള്ളിലുള്ള എഗ്ഗുമായിട്ടാണ് ആന്ത്രോസോയിഡ് ഫ്യൂസ് ചെയ്തത്. ആൻഡ് ഇപ്പോഴും ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ മുകളിൽ തന്നെയാണ് ആർക്കിഗോണിയ. അതുകൊണ്ട് തന്നെ സസ്പെൻസർ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിലേക്ക് പുഷ് ചെയ്യും ഈ ഹോൾ എംബ്രിയോനെ. Then rest of the embryo develop from embryonic cell. So actual embryo develop ചെയ്യുന്നത് embryonic cell എന്നാണ്. സസ്പെൻസർ അപ്പർ എപ്പിബേസൽ സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന സസ്പെൻസർ സെല്ല് സസ്പെൻസർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ആക്ച്വൽ എംബ്രിയോ ഫോം ചെയ്യുന്നത് എംബ്രിയോണിക് സെൽ എന്നാണ്. Embryo initials divides by two vertical divisions right angles to each other and form a quadrant. And lower portion കാണുന്ന embryonic cell രണ്ട് vertical divisions right angles to each other ആയിട്ട് divide ചെയ്തിട്ട് ഒരു quadrant form ചെയ്യും. അതായത് ഒരു 4-celled stage ആയിട്ട് മാറും. One of these quadrant divides and form a shoot initial. And ഈ 4 cells ഒന്ന് shoot initial ആയിട്ട് മാറും. Cell except shoot initials divide transversely forming 2 tiers of 4 cells. ഈ shoot initial ഒഴികെയുള്ള ബാക്കി 3 cells transversely divide ചെയ്തിട്ട് 2 tiers of 4 cells form ചെയ്യും. Later, further division causes the formation of a multicellular structure which gets differentiated into foot, rhizophore, stem and cotyledons. So, ഒന്ന് shoot initial ആയിട്ട് മാറി quadrantത്തെ ബാക്കി 3 continuous division നടത്തിയിട്ട് ഫൂട്ടും റൈസോഫോറും സ്റ്റെമ്മും കോട്ട്ലിഡൻസും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് യങ് സ്പോറോഫൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇങ്ങനെ ഒരു ഷൂട്ട് സ്റ്റെമ്മ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ മച്വർ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഓഫ് സെലാജിനെല്ല. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. എങ്കിലും ഒരു പ്രാവശ്യം കൂടി പറയാം. ഇവിടെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡീനെ കാണിച്ചിട്ടുണ്ട്. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിലാണ് സ്ട്രോബൈലസ് അല്ലെങ്കിൽ കോൺ ഫോം ചെയ്യുക. ഇതൊരു ഹെട്രോസ്പോറസ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മെഗാസ്പോറോഫില്ലും മൈക്രോസ്പോറോഫില്ലും കാണും.
മെഗാസ്പോറോഫിലിന്റെ മുകളിലാണ് മെഗാസ്പൊറാഞ്ചിയം ഫോം ചെയ്യുക. മൈക്രോസ്പോറോഫിലിന്റെ മുകളിൽ മൈക്രോസ്പൊറാഞ്ചിയം. ദെൻ മെഗാസ്പൊറാഞ്ചിയം സ്പോറോഫൈറ്റ് ഒരു ഡിപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ ഈ സ്പോറോഫില് അതേപോലെ സ്പൊറാഞ്ചിയം ഒക്കെ ഡിപ്ലോയിഡ് ആയിരിക്കും. ദെൻ സ്പൊറാഞ്ചിയത്തിന്റെ സെൽസിന് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് മെഗാസ്പോർസ് ഫോം ചെയ്യും. മെഗാസ്പോർസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ദെൻ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളില് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന സമയത്തും റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർസ് ഫോം ചെയ്യും. Then മെഗാസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഗെമറ്റോഫൈറ്റും മൈക്രോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗെമറ്റോഫൈറ്റും ഫോം ചെയ്യും. മെയിൽ ഗെമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ നിന്ന് സ്പേംസ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആന്തിറോസോയിഡ്സ് ബൈഫ്ലാജെല്ലേറ്റഡ് ആയിട്ടുള്ള ആന്തിറോസോയിഡ്സ് ഡെവലപ്പ് ചെയ്യും. ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ മുകളിൽ ആർക്കിഗോണിയും ഫോം ചെയ്യും. ആർക്കിഗോണിയക്ക് ഉള്ളിൽ എഗ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആന്തിറോസോയിഡും എഗ്ഗും കമ്പൈൻ ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ട് ഈ സൈഗോട്ടിൽ നിന്നാണ് പിന്നീട് യങ് സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്. സോ ഈ ഷെയ്ഡഡ് റീജിയനിൽ കാണിച്ചിട്ടുള്ളത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളിന്റെ പാർട്ടും ഈ ഷെയ്ഡഡ് അല്ലാത്ത റീജിയനിൽ കാണിച്ചിട്ടുള്ളത് ഡിപ്ലോയിഡ് സ്റ്റേജും ആണ്. ആൻഡ് ഈ ഷെയ്ഡഡ് അല്ലാത്ത റീജിയൻ സ്പോറോഫൈറ്റിക് ജനറേഷനും ഷെയ്ഡഡ് റീജിയൻ ഗെമറ്റോഫൈറ്റിക് ജനറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് ഓഫ് സെലാജിനെല്ല സ്പീഷീസ് ആണ് പറയാൻ പോകുന്നത്. ഹെട്രോസ്പോറി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് തന്നെ ഉണ്ട്. ഹെട്രോസ്പോറസ് നേച്ചർ നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെലാജിനെല്ല സ്പീഷീസ് 2 different types of spores പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ they are heterosporous. These spores differ in size and function. 2 different type of spores എന്ന് പറയുന്നത് മൈക്രോസ്പോർസും മെഗാസ്പോർസും ആണ്. മൈക്രോസ്പോർസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, ഫോംഡ് ഇൻസൈഡ് മൈക്രോസ്പൊറാഞ്ചിയ ഓൺ മൈക്രോസ്പോറോഫിൽ ആണ്. മെഗാസ്പോർസ് എന്ന് പറയുന്നത് ലാർജ് ആണ്, ഫോംഡ് ഇൻസൈഡ് മെഗാസ്പൊറാഞ്ചിയ ഓൺ മെഗാസ്പോറോഫിൽ ആണ്. സോ മൈക്രോസ്പോർസ് റെപ്രസെന്റ് ചെയ്യുന്നത് മെയിൽ സ്പോർ ആയിട്ടും മെഗാസ്പോർ റെപ്രസെന്റ് ചെയ്യുന്നത് ഫീമെയിൽ ആയിട്ടുമാണ്. ദെൻ ഈ മൈക്രോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് മെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഈ മെയിൽ ഗെമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് ആന്തറീഡിയ ഉണ്ടാവുന്നത്. ആന്തറീഡിയ എന്നാണ് ആന്തറോസോയിഡ്സ് ഫോം ചെയ്യുന്നത്. ദെൻ മെഗാസ്പോർസ് എന്ന് പറഞ്ഞത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന്റെ മുകളിലാണ് ആർക്കിഗോണിയ ഫോം ചെയ്യുന്നത്. ആർക്കിഗോണിയക്ക് ഉള്ളിലാണ് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then heterospory, ഇങ്ങനെയുള്ള ഈ heterosporous nature എന്ന് പറയുന്നത് it has great significance which leads to origin of seed habit. Seed habit എന്നുള്ള ടെറിഡോഫൈറ്റ്സിന്റെ അതായത് സീഡ് ഹാബിറ്റിലേക്ക് നെക്സ്റ്റ് വരുന്നത് ഫാനറോഗ്യാംസ് ആണ്. സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം ശരിക്കും ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് they are act as connecting link between ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫെനറോഗ്യാംസ്. കാരണം ക്രിപ്റ്റോഗ്യാംസിലെ ലാസ്റ്റ് മെമ്പേഴ്സ് ആണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഒറിജിൻ ഓഫ് സീഡ് ഹാബിറ്റിന് കാരണമാവുന്നുണ്ട് ഹെട്രോസ്പോറസ് നേച്ചർ. അതേപോലെ ഹെട്രോസ്പോറി ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് ഗെമറ്റോഫൈറ്റ്. ഇവിടെ ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറഞ്ഞത് വളരെ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമേ ഉള്ളൂ. ദെൻ ഇൻ സിറ്റു ജെർമിനേഷൻ ഓഫ് സ്പോർസ് അതിന്റെ മെഗാസ്പോർസിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിറ്റൻഷൻ ഓഫ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഇൻ മെഗാസ്പൊറാഞ്ചിയ. ഇതൊക്കെയാണ് ഹെട്രോസ്പോറി മുഖാന്തരം നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സീഡ് ഹാബിറ്റ് ഈസ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ റിറ്റൻഷൻ ഓഫ് മെഗാസ്പോർസ് ഇൻ മെഗാസ്പൊറാഞ്ചിയ.